കണ്ണി പാടുമെങ്കിൽ തമ്പുരു മീട്ടി കണ്ണി പാടുമെങ്കിൽ വീണ്ടുമെന്റെ ഹരിവാസരങ്ങൾ സ്വർഗസുന്ദരമാകും. വീണ്ടുമെന്റെ ഹൃദയാഗണങ്ങൾ ശ്യാമരാഗിലമാകും. ഭാവനയിൽ നിർമ്മലമായി പോലും നീരാഭമാം രൂപം ശ്രീരാഗമായി പേരു മധുരോദാരമെൻ സ്നേഹം. இந்த மாதிரி தானே என்னால முடியாது. இதுக்கு பாட்டி தான் பஸ் வச்சுட்டு வாங்க. அது கூட என்னமா என்னாச்சு? அக்கா அக்கா என்ன கொஞ்சம் தண்ணி தெளிங்க. அக்கா அக்கா ഈ വീഴ്ചയും ബഹളവും ഒക്കെ സാധാരണയാണ്. വീട്ടിൽ അമ്മയോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ ഈ തലചുറ്റലിന്റെ കാരണം അവർ തന്നെ കണ്ടുപിടിച്ചേനി. നിങ്ങൾ ഒരമ്മയാവാൻ പോകുന്നു. എന്നാലും നിങ്ങൾ സ്വല്പം വീക്കാണ്. പ്രസവം കഴിയുന്നതുവരെ ഒരു മെഡിക്കൽ അറ്റൻഷൻ നല്ലതാണ്. എന്താ കുട്ടി, വീണ്ടും തലചുറ്റുന്നോ? ഇല്ല. പിന്നെ പെട്ടെന്നൊരു തലവേദന. ഞാനും അത് പറയാൻ വിട്ടു. ഇവൾക്ക് ഇങ്ങനെ ഒരു തലവേദന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്ന, ദേഷ്യവും ബഹളവും. എന്നിട്ട് ആരെയും കാണിച്ചില്ലേ ഇതുവരെ? ഇല്ല, ഞങ്ങളിങ്ങനെ സാധാരണ ചില ബാമുകളൊക്കെ പുരട്ടി. എവിടെയാ വേദനിക്കാറ്? ഇവിടെ ചിലപ്പോ താഴേക്ക് ഒരു മിന്നൽ പോലെ വരും. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. വെറുതെ എന്തിനാ ഒരു അനാവശ്യ വേദന തലയ്ക്കകത്ത് ഇങ്ങനെ വെക്കുന്നത്? നമുക്കതങ്ങ് കളയാം. ശരിയാ ഡോക്ടർ, ഒരു കുഞ്ഞുകൂടി വരാൻ പോവുക. അതിന്റെ കാര്യങ്ങൾ തന്നെ വെക്കാൻ തലയ്ക്കകത്ത് സ്ഥലം കാണില്ല. തലയ്ക്കൊരു വേദന വന്നു വെച്ച് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണോ? ദാ സ്കാനിങ്ങിന്റെ ബില്ല് 1500 രൂപ. ഇന്നില്ലെങ്കിൽ നാളെ അടച്ചാലും മതിയെന്ന്. ഒരു മാസത്തെ ശമ്പളം എത്രയെന്നാ പറഞ്ഞത്? അതൊന്നും സാരമില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു? കാണണമെന്ന് പറഞ്ഞു. ഞാനില്ല, ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ. ഒരു പ്രിലിമിനറി ചെക്കപ്പ് നടത്തി. ഒരു കാര്യം വ്യക്തമാണ്, ഈ തലവേദന അത്ര നിസ്സാരമല്ല. അവരുടെ തലയ്ക്ക് മുമ്പ് എപ്പോഴെങ്കിലും വല്ല വീഴ്ചയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സംഭവിച്ച് വല്ല ക്ഷതമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ആഘാതം പോലെയോ? അതെ,
അത് തന്നെ. ആ അടി അവരുടെ തലച്ചോറിൽ ഒരു ക്ഷതം ഏൽപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ ചികിത്സ കൊണ്ടൊന്നും അത് മാറിയിട്ടില്ല. വെച്ച് താമസിപ്പിക്കാതെ വേഗം ചികിത്സിക്കണം. അരുന്ധതി ഇപ്പൊ ഗർഭിണിയായ സ്ഥിതിക്ക് ശക്തമായ മരുന്ന് കഴിച്ചാൽ അത് കുഞ്ഞിന് പ്രശ്നമാണ്. എന്തു വേണമെന്ന് ചോദിച്ചാ ഇപ്പോ കുഞ്ഞു വേണ്ടെന്നേ ഞാൻ പറയൂ. ഡോക്ടർ അവളോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ഞാൻ അരുന്ധതിയെ ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് റെഫർ ചെയ്യട്ടെ. ഇന്ത്യയിൽ അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് അവിടെ കിട്ടും. മാത്രവുമല്ല, അവിടുത്തെ ന്യൂറോ സർജൻ എന്റെ ഏറ്റവും നല്ല സുഹൃത്തുമാണ്. குழந்தை பிறக்க போற விஷயம் தெரிஞ்சதும் எங்களுக்கு ரொம்ப சந்தோஷமாச்சு. கண்ணு படாம பாத்துக்கணும், நல்லா இருக்கணும், தினமும் பூ வச்சு பொட்டு வச்சு மஞ்சள் குங்குமத்தோட வாழணும். ஏங்கா குழந்தை பிறந்தா என்ன பேரு வைப்ப? ஆண் குழந்தையானா எந்த பேரு வேணும்னு அறியிല്ല. பெண் குழந்தையானா ஒரே ஒரு பேரு மட்டும். என்ன பேரு? ரமணி. ബാലേട്ടാ, ആ മണിമേഖലയുടെ അമ്മ പറയാ ഈ 8ാം മാസത്തിൽ വളകാപ്പ്. എന്താ ബാലേട്ടാ? എന്താ ബാലേട്ടാ വല്ലാതെ? ഞാൻ പറയുന്നത് മറ്റൊരർത്ഥത്തിൽ നീ എടുക്കരുത്. കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞ് വേണം, അത് ശരിയാ. എന്നാലും നമ്മുടെ കാര്യത്തിൽ അതൊരല്പം നേരത്തെ ആയില്ലേ എന്നൊരു സംശയം. കുറച്ചുകൂടി കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും നേരെയാക്കി നിന്റെ ഈ തലവേദനയൊക്കെ ചികിത്സിച്ച് ഭേദമാക്കി ശരിക്ക് പറഞ്ഞാൽ ഒരു 3-4 വർഷം കഴിഞ്ഞ് മതിയായിരുന്നു, അല്ലേ? ശാരീരികമായും മാനസികമായും നിന്നെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഈ ഒരവസ്ഥയിൽ നീ അമ്മയായത് എന്റെയും കൂടി തെറ്റാണ്. ആ കുറ്റബോധം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഞാൻ കാര്യമായിട്ട് പറയുക, ഗർഭം ധരിക്കുന്നതും അലസിപ്പോകുന്നതും ഒക്കെ സാധാരണ, മറ്റൊന്നും കൊണ്ടല്ല. എനിക്ക് നീയാ വലുത്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചാലോ? ശരിയാ, ബാലേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ. ഗർഭം ധരിക്കുന്നതും അലസിപ്പിക്കുന്നതും ഒക്കെ സാധാരണയാ. അമ്മയെന്ന് വിളിക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെ അങ്ങനെ കൊല്ല. കണ്ടു നിൽക്കുന്നവർക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഒക്കെ സാധാരണയാ.